ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. പനിയൊക്കെ കുറവുണ്ട്. പനിയൊക്കെ ഓക്കെ ആയി മാറി. നിങ്ങൾ ഇന്നലെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, മുഖമൊക്കെ നീര് വെച്ചിരിക്കുന്നു, കണ്ണൊക്കെ വീങ്ങിയിരിക്കുന്നു, നീര് വെച്ചിരിക്കുന്നു എന്ന്. ശരിയായിരുന്നു കേട്ടോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു. പറയാതിരിക്കാൻ മേല. അയ്യോ, ആർക്കും വരാണ്ടിരിക്കട്ടെ ഇങ്ങനത്തെ പനിയും കാര്യങ്ങളും. അതേപോണക്ക് ശരീരത്തിനെ പിടിച്ച് ഒലയ്ക്കുന്ന സൈസുള്ള പനിയായിരുന്നു കേട്ടോ. എന്തോ രണ്ടും കുഴപ്പമില്ലാണ്ടൊക്കെ ഓക്കെ ആയി മാറിയിട്ടുണ്ട്. ശരീരത്തിന് വേദനയുണ്ട് എങ്കിലും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഈ തളർന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മളായി പോകും അല്ലേ, ഒരു പരിധി വരെ. അതുകൊണ്ട് കുറേ ദിവസമായിട്ട് എനിക്ക് റെസ്റ്റ് വൈദ്യർ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് കിടപ്പ് തന്നെ ഫുള്ളെന്ന് പറഞ്ഞുകൊണ്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. കാരണം ഈ നട്ടലിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് പറയുന്നത് അത്രയും നമ്മൾ സൂക്ഷിച്ച് ചെയ്യണമല്ലോ എന്ന് ഓർത്ത്. പക്ഷെ താങ്കളുടെ തളർച്ച കൂടില്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും കിടന്നു കഴിഞ്ഞാലും ശരിയാവോ? അതുകൊണ്ട് ഞാൻ ഇന്ന് പതിയെ എഡിറ്റ് പനിയൊക്കെ മാറി നല്ല ഉഷാറായിട്ടൊന്ന് കുളിച്ചു, നല്ല സൂപ്പറായിട്ട് കുളിച്ച് വന്ന് നിങ്ങളുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനായിട്ടൊക്കെ കമൻറ്റ് ഇതിനകത്ത് കണ്ടായിരുന്നു, സ്മിത ചെയ്ത തീയൽ കറിയുടെ എന്നാ പറയുന്നത് റെസിപ്പി ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഒത്തിരി ദിവസമായി കിച്ചണിൽ കയറി വല്ലതും ചെയ്തിട്ട് എന്നാൽ ഇന്ന് ആ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെക്കാം, ചെറുതായിട്ട് ജോലിയൊന്ന് ചെയ്ത് നോക്കാമെന്ന്. ഒത്തിരി വലിയ കാര്യമായിട്ടുള്ള പണികളല്ല, തൂക്കലും തുടക്കലും ഒന്നും അങ്ങനെ വലിയ കട്ടിപ്പണിയല്ല. ചെറുതായിട്ട് ജസ്റ്റ് പൊക്കമുള്ള ചൂല് വെച്ച് പേര് ചെറുതായിട്ടൊന്ന് തൂത്ത് കേട്ടോ. തൂക്കാന്ന് വെച്ചാൽ ചേട്ടായി തുടച്ച് വൃത്തിയാക്കിയിട്ടിരുന്നല്ല, അന്നേരം പിന്നെ വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ പൊക്കമുള്ള ഒരു വലിയ ചൂല് വാങ്ങിച്ചിട്ടുണ്ട്. ആ ചൂല് വെച്ച് ചെറുതായിട്ടൊന്ന് തൂത്ത് വാരി പിന്നെ കുറച്ച് അത് ഇതൊക്കെ ഇച്ചിരി പണികൾ ചെയ്ത് നോക്കി. വേദനയുണ്ട്, അനങ്ങിയതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ വേദന ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് നോക്കാം. ഒരു 14 ദിവസം കറക്റ്റായിട്ട് ഒന്നും ചെയ്യാണ്ട്, ഒരു കട്ടിപ്പണിയും ചെയ്യാണ്ടിരുന്നിട്ട് ഒരു 7 ദിവസമൊക്കെ ചെറുതായിട്ട് ചെയ്തും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇനി പോകുന്നതിന് മുമ്പായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് പറയാമല്ലോ. അപ്പം അങ്ങനെ 21 ദിവസത്തേന് കട്ടിപ്പണി ഒന്നും ചെയ്തേക്കാമെന്ന് പറഞ്ഞത്. കട്ടിപ്പണി ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ കേട്ടോ. പിന്നെ നമ്മളെ വേണ്ടത് ആർക്കാണെന്നറിയോ? 3 പേർക്ക് വേണം നമ്മളെ. ആർക്കൊക്കെയാന്ന് പറയാമോ? നമുക്ക് വേണം നമ്മളെ അല്ലേ? വേണം. നമുക്ക് വേണമെന്ന് നമുക്ക് വേണം വേണ്ട നമുക്ക് അങ്ങനെ രണ്ടും നമുക്ക് തന്നെയാണ്. മൂന്നാമത്തെയോ നമുക്ക് മാത്രമേ മതി നമ്മളെ, വേറെ ആർക്കും വേണ്ട നമ്മളെ വേണ്ടത് നമുക്ക് മാത്രമാണ്. അപ്പം നമ്മൾ വിചാരിക്കുക നമുക്ക് അസുഖം വന്നാലും വയ്യാഴിക വന്നാലും എന്ത് വന്നാലും നമ്മൾ പവറായിട്ട് എണീക്കേണ്ട ആവശ്യം നമ്മുടെ ആവശ്യമാണ്. അല്ലാതെ നമ്മുടെ കിട്ടിയനോ മക്കൾക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒന്നുമല്ല. നമ്മൾ ഉഷാറായിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണ് അല്ലേ. നമുക്ക് പ്രതീക്ഷിക്കാം, വിചാരിക്കാം, എൻ്റെ കിട്ടിയവനുണ്ടല്ലോ അല്ലെ എൻ്റെ കിട്ടിയവനുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ. പക്ഷെ എല്ലാത്തിനും ഒരു ഇതുണ്ട്. ശരിക്കും എന്നും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിനകത്ത് മക്കൾ വരും, ഭർത്താവ് വരും, മക്കൾ വരും, വീട്ടുകാർ വരും, നാട്ടുകാർ വരും, എല്ലാം വരും. പക്ഷേ അതെല്ലാം ഒരു സ്ഥിരമായിട്ടുള്ളതല്ല അല്ലേ, ഒരിക്കലുമല്ല. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിടന്ന ടൈമിലെല്ലാം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓരോ അറിവുള്ള മനുഷ്യർ പറയുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കറക്റ്റായിട്ട് ഓരോ കുഞ്ഞു വാക്കുകളാണേലും ഓരോ പിന്നെ അറിവുള്ളവർ പറയുന്നത് എത്ര കറക്റ്റാണെന്ന് ഞാൻ ഓർക്കുന്നത്. നമ്മളെ വേണ്ടത് നമുക്ക് മാത്രമാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഉഷാറായിട്ടിരിക്കുക, നമ്മുടെ വയ്യാഴിക മാറ്റി വെക്കുക, അല്ലെ നമ്മൾ നല്ലതായിട്ട് ജീവിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ തന്നെയാണ്, നമുക്ക് തന്നെയാണ് വേണ്ടത് അല്ലേ, സത്യം. അതുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, കുമാരിച്ചി കയറി വന്നു കേട്ടോ. ഞാൻ ചൂലും ഇതുമൊക്കെ എടുത്തുകൊണ്ട് വന്നു. പറഞ്ഞു ഇല്ല വെച്ച് ഞാൻ തൂക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല കുമാരിച്ചി, ഇന്ന് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ, പതിയെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമായിരുന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കറിയൊക്കെ വെച്ചു. പിന്നെ ഇനി ഇച്ചിരി കുഞ്ഞു പരിപാടികളും കൂടെയൊക്കെ ഉള്ളൂ. അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ പോയി വീഡിയോ ഉണ്ടാലോ, വായോ. സമയം കണ്ടോ, 12:30. എത്ര ദിവസം കൂടിയ ജനലൊക്കെ ഒന്ന് തുറന്നേന്നറിയാമോ എൻ്റെ പൊന്നെ. ചേട്ടാ കഴിഞ്ഞ ദിവസം തുടച്ച് കഴിഞ്ഞ് പിന്നെ തൂത്തിട്ടുണ്ടായില്ലേ. ഞാനിപ്പോൾ ഒന്ന് തൂത്ത് വാരി. അയ്യോ ഒന്നും പറയണ്ട. പക്ഷെ പൊടിയാവും എങ്ങനെ ആയാലും. നമ്മൾ എന്നാ ഇതെന്ന് പറഞ്ഞാലും പൊടിയാവും. അവരുടെ മിഷ്യൻ വർക്കുണ്ട് കേട്ടോ. അതെ, ചെടിയൊക്കെ സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇതെനിക്കിഷ്ടമാണ് ഇവനെ കാണാനായിട്ട്. എല്ലാം ഒന്ന് തൂത്തുവാരി തുടയ്ക്കണ്ട, ചെളിയൊന്നും ആയിട്ടില്ല, നല്ല നിറച്ച് പൊടി ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് തൂത്തുവാരി
ഇന്ന് മുതൽ ഞാൻ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഒന്നും ചെയ്യാണ്ട് കുറേ ദിവസങ്ങളായിട്ടൊന്നും ചെയ്യാണ്ടിരിക്കില്ലായിരുന്നു. ഇത് തേങ്ങ വറക്കാനിട്ടതാണേ. കഴിഞ്ഞ ദിവസം ആരാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്മിത ഉണ്ടാക്കിയ ആ കറിയുടെ റെസിപ്പി ഒന്ന് കാണിക്കാൻ പോകുന്നേ. അതിതാണ് കേട്ടോ. തേങ്ങ തീണ്ട വറുത്തെടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. വേറെ ഒന്നുമില്ല, കുറച്ച് നമ്മുടെ എരിവിന് ആവശ്യമുള്ള വറ്റലമുളകും കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ഊർത്തിയിട്ട് കൊടുക്കുക. ഇച്ചിരി എണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്ത് മൂപ്പിക്കുക. ഒത്തിരി മൂത്ത് പോകരുത്, ഇച്ചിരി മൂപ്പ് കുറച്ചാണ് ഇതിൻ്റെ അരപ്പിനെ. അത്രേ ഉള്ളൂ. എന്നിട്ട് അരച്ചെടുക്കുക. പിന്നെ കഷ്ണങ്ങൾ എന്നൊക്കെയാണ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവനിവിടെ കിടന്നൊന്ന് വെള്ളമയമൊക്കെ പറ്റട്ടെ. ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, വെള്ളം പറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തേങ്ങ ചിരണ്ടി വെച്ച് കൊടുത്തതാണ്. ഇത് ബാത്റൂം എഴുതുന്ന ഒരു സംഭവം ചേട്ടായി മേടിച്ച കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഈ ഒരു ചേട്ടായല്ലേ ബാത്റൂം കഴിയുന്നത്. അത് ബ്രഷ് മാറ്റിയിട്ട് കഴുകാമെന്ന്. ഇത് പക്ഷേ ചാർജ് കുത്തി വെക്കണേ. അതിന് വേണ്ടി ചേട്ടാ എടുത്ത് അവിടെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ എല്ലായിടവും ഒന്ന് ക്ലീൻ ആക്കി രാവിലെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു. ഒന്നും കഴിക്കാൻ തോന്നിയിട്ട് കണ്ടോ. എൻ്റെ ചെടി വരെ എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ചെടി വരെ ഒരു പരുവായി പോകും. ഇതുണ്ടോ, അതൊക്കെ കത്രിക വെച്ച് കട്ട് ചെയ്യേണ്ടതാണ്. എന്നാലും ഞാൻ കൈ വെച്ചിപ്പോൾ കട്ട് ചെയ്യാം. അത് എൻ്റെ ചെടി വരെ ഒരു പരുവായി പോകും. നമുക്ക് വയ്യെങ്കിയുണ്ടല്ലോ നമ്മുടെ മൊത്തം ഈ ജനലും ഞാൻ തുറന്നിട്ടൊക്കെ ഇപ്പം അടച്ചിട്ടാണ്. എന്നാന്നോ റൂമിനകത്തൊക്കെ ഒന്ന് വെട്ടവും വെളിച്ചവും കയറട്ടെ നോത്ത്. പിന്നെ ആ പുതപ്പും തറാണെ എല്ലാം എടുത്ത് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തു. കുറേ ചെടായി കഴിയിട്ട് ചവിട്ടികളൊക്കെ ഉണ്ടായിരുന്നേ, അവനെയൊക്കെ ഞാൻ പിറക്കിയിട്ട് ഉണക്കി. പിന്നെ ഉണങ്ങാനായിട്ട് ഇതെല്ലാം എടുത്ത് പിറക്കിയിട്ടു. അപ്പം ഞാൻ തന്നെ വറ്റലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേ. ഞാൻ അവനെ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒത്തിരി മൂത്തല്ല, ഞാൻ കാണിച്ചു തരാം. ഇനി ഇവൻ മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവനൊക്കെ ഒന്ന് മൂക്കട്ടെ. ഇത് കണ്ടോ, ഞാൻ ഇത്രയും കഷ്ണമൊക്കെ എടുത്ത് വെച്ചിട്ട് പോയതാണ്. എന്നിട്ട് നമ്മുടെ പുറകെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഒത്തിരി ദിവസമായില്ലേ. ചെന്നപ്പോൾ തക്കാളിക്ക് ഇത്രയും പഴുത്തുകൊണ്ട്, പച്ചത്തക്കാളിക്ക് ഇനിയും കുറേ കിടപ്പുണ്ട് കേട്ടോ. പഴുത്ത് ഇത്രയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പുളി ചേർക്കാൻ പറ്റത്തില്ല. ഈ കഷായം കുടിക്കുന്നുണ്ട്, അല്ലേ ഇച്ചിരി പിഴിപുളി ചേർക്കണം, മാളംപുളി. അപ്പോൾ ഇതിന് പുളിയില്ലാത്ത തക്കാളിയാണല്ലോ എന്ന് ഓർത്തു. അപ്പം എൻ്റെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി നമുക്ക് ഈ പുളിയുള്ള തക്കാളിപ്പഴം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. അത് രണ്ടൊന്നും വേണമെങ്കിൽ മാറ്റി വെച്ചേക്കാം. അപ്പം ഇതിൽ നിന്നും കൂടെ ഒരെണ്ണം എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ എന്നിട്ട് ഇത് ചേർക്കാം. ഇത്രയും കഷ്ണമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ വെണ്ടയ്ക്കയും കൂടെ വേണ്ടതാണ്. വെണ്ടയ്ക്ക ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ. വെണ്ടയ്ക്കായോ കോവയ്ക്കായോ വഴുതനങ്ങയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാമെന്ന് അവൾ പറഞ്ഞേ. അതൊന്നും എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ഈ ഉള്ള കഷ്ണം വെച്ച് ഞാൻ ചെയ്യാൻ പോവാം. അപ്പോൾ കഷ്ണം എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴുകി എടുത്താൽ മതിയേ. ഇതേ കൊച്ചുള്ളി ഉണ്ടോ, ഇതാണ് ഏറ്റവും വലിയൊരു പാടുപിടിച്ച പരിപാടി. വലുതെല്ലാം ഞാൻ ആദ്യം എടുക്കും. നിങ്ങളൊക്കെ അങ്ങനെയാണോ? വെല്ലുള്ളി മൊത്തം ആദ്യം എടുക്കേ. എന്നിട്ട് കുഞ്ഞുള്ളി തിരികെയായിട്ട് കിടക്കും. ഇതിപ്പോൾ കുഞ്ഞുള്ളിയാണ് കേട്ടോ, ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. പണ്ടേ നമ്മുടെ വീടുകളിൽ ഉള്ളിയായിരുന്നു ഇറച്ചിക്കും ചിക്കനും ഒക്കെ കറി വെക്കുമ്പോൾ ചേർക്കുന്നത്. ഞങ്ങളുടെ പരിപാടിയായിരുന്നു ഉള്ളി പൊളിക്കൽ. നാടൻ കോഴീനെയൊക്കെ കൊന്നിട്ട്. പക്ഷേ എന്നോ ടേസ്റ്റായിരുന്നല്ലേ, നല്ല സൂപ്പർ കറി ആയിരിക്കല്ലേ എന്ന് പറഞ്ഞ കണക്ക് ഈ കറിയുടെ ഹൈലൈറ്റ് കൊച്ചുള്ളിയാണ് കേട്ടോ. സവോളയൊന്നും ചേർക്കത്തില്ല, കൊച്ചുള്ളിയാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ മൂത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി മഞ്ഞൾ കൂടി ഇനി ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഇട്ടേക്കുന്ന വേറെ ഒന്നുമില്ലല്ലോ, മൂന്ന് സാധനങ്ങളേ ഉള്ളൂ. കറിവേപ്പില, തേങ്ങ, മുളക്, പിന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. ഇനി ഇപ്പോൾ അരപ്പ് മൂത്തിട്ടുണ്ട്, ഈ തേങ്ങ മൂത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ശകലം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് തീ ഓഫ് ആക്കുവാണേ. എന്നിട്ട് ഇവനെ എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാവേ. അതിനിടയ്ക്ക് പെട്ടെന്ന് മഴ മൂടലായേ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഓടിപ്പോയി തുണിയും അതെല്ലാം എടുത്തിട്ട് ഓടിപ്പടപടാന്ന് ചെയ്യാൻ പറ്റുന്നില്ലോ. ഇപ്പം നന്നായിട്ട് ഇച്ചിരി വേദന എടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം കിടന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇവനെയും കൂടെ ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി ഇവനെയും കൂടെ വെച്ചിട്ട് ആട്ടെ കിടക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പോൾ ഇവനും കൂടെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ കഷ്ണം എല്ലാം കഴുകി റെഡിയാക്കിക്കൊണ്ട് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കൊച്ചുള്ളിയും കൂടെ നമുക്ക് കഴുകി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. കൊച്ചുള്ളി ഒരു 5-6 പ്രാവശ്യം കഴിയാനല്ലേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ചെറുതായിരുന്നു, അത് പൊളിച്ചെടുക്കണേ തന്നെ പണിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ വേണ്ടേ ഉപ്പുകൂടി ഇട്ട് കൊടുത്തേ. പിന്നെ കുറച്ച് വെള്ളം, ഒത്തിരി ഓവർ വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഉണ്ടോ. കഷ്ണത്തിൻ്റെ മണ്ടയിലൊന്നും ഇല്ല ഉണ്ടോ, ഇങ്ങനെ കിടക്കത്തക്ക രീതി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിവനെ ഒറ്റ വിസിലടുപ്പിക്കാം കേട്ടോ. അപ്പോൾ കുക്കർ
വിസിലൊക്കെ അടുപ്പിച്ചു, 1 വിസിലടിച്ചേ. ഇനി അത് അങ്ങനെ ഇരുന്നങ്ങായാൽ മതി. എൻ്റെ ചെടിക്കകത്ത് വെള്ളം വരെയും കൂടെ ഉണ്ടല്ലോ, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ അടുക്കളയ്ക്കകത്ത് കയറിയില്ല, അല്ലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ ഉണ്ടല്ലോ. എത്ര ആരൊക്കെ എന്നാ ഇതെന്ന് പറഞ്ഞാലും അല്ലേ, അയ്യോ എത്രയാണെന്ന് പറയാം. എനിക്ക് ഇവന്മാരൊക്കെ ഉള്ളൂ ഒന്നാമത്തെ കാര്യം വർത്തമാനം പറയാനും കാര്യമൊക്കെ. അപ്പം 2 പേർക്കും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേ. ഇവർക്ക് സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ സിന്ധുമേനെ വിളിച്ചേനെ കേട്ടോ. അത്രയ്ക്കും ഞാൻ അതേപോലെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് ശരിക്കും. അപ്പം 2 പേർക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അരച്ച് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ണമൊക്കെ ഇവിടെ വെന്ത് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അയ്യോ മുരിങ്ങയ്ക്ക് ഒത്തിരി ഇളക്കിളക്കണ്ട, കാരണം ഉടഞ്ഞു പോകാത്തതാണ് നല്ലതേ. കണ്ടോ വെള്ളമൊക്കെ ഇച്ചിരിയും വെള്ളം ഒഴിച്ച് വെച്ചത് കണ്ടോ, ഇപ്പോൾ ഇത്രയും വെള്ളമായി. അപ്പോൾ നമുക്ക് ഈ അരപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ടേ. ഇനി ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട്, അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ടേ. തീ ഓഫ് ആക്കുവാണേ. കറിവേപ്പിലയും കൂടെ ഊരി ഇട്ട് കൊടുത്തേ. അങ്ങനെ ചവിട്ടിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പണിയും കൂടെ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാണെന്നറിയോ, മുറ്റം ഒന്ന് തൂക്കണം എന്ന്. കണ്ടോ മുറ്റം കിടക്കുന്നത് ഒന്ന് തൂത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല, തൂക്കുന്നില്ല. എന്നാന്നോ ആ ചൂലിന് ഇച്ചിരി പൊക്കക്കുറവ്, ആ പൊക്കം ഉള്ളത് വെച്ച് ചെറുതായിട്ടാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞായിരുന്നേ. പക്ഷേ തൂക്കുന്നില്ല. ഇപ്പം പൊക്കമുള്ള ചൂലല്ല. ഇന്നലെ മഴ പെയ്തിട്ടില്ല കേട്ടോ. ഇനി ഈ കണക്ക് പോയാൽ ചട്ടിക്കകത്തുള്ള ചെടിക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഇതായിട്ട് വരും. സിറ്റൗട്ടിലോട്ടൊക്കെ ഇറങ്ങാഞ്ഞോണ്ടേ അയ്യോ ഇതുകൊണ്ടോ പച്ചമുളകൊക്കെ പഴുത്ത് നിൽക്കുന്നത്, മുളകുണ്ടായിട്ടേ പഴുത്ത് നിൽക്കുന്നത്. അതാ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയില്ലേ ഇതൊന്നും അറിയില്ല, കാണത്തില്ല. എൻ്റെ ദൈവമേ, സൺഡേ മണ്ടേയിലൊക്കെ ഈ പ്രാവശ്യം ഓരോ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വെള്ളയും വയലറ്റും കണ്ടോ. ഡിയോ കൂട്ടൻ എത്ര ദിവസമായി ദൈവമേ ഞാൻ തൊട്ടിട്ട് ഇരിക്കുന്ന ഇരിപ്പ് ഉണ്ടാവനെ. ചേട്ടായി കഴിഞ്ഞ ദിവസം ഒന്ന് അനക്കി സ്റ്റാർട്ടാക്കി വെച്ചതാണേ. അങ്ങനെ ഇരിക്കുക. അയ്യോ ഇനി അവനെ എല്ലാം ഒന്ന് ഇതാക്കണം, ഒന്ന് ഉഷാറായിട്ട് വേണം. ഇവിടെ ഇങ്ങനത്തെ കുറേ പൂവുണ്ടായതെല്ലാം ചേട്ടായി കണ്ടിച്ച് കളഞ്ഞു. ഇതെല്ലാം പറിച്ച് കളഞ്ഞു. ഇതേ നല്ല ഒരാഴ്ച ഒന്നും നിൽക്കത്തില്ല, പിന്നെ അതുകൊണ്ടൊരു സുഖമില്ല. വെറുതെ അത്രയും കാട് പോലെ വന്നിട്ട് കറണ്ട് പോയേ, അതാ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ അതേ നിങ്ങളെ മുറ്റമൊക്കെ ഒന്ന് കാണിക്കാമെന്നും വിചാരിച്ചു. ചെത്തിപ്പോയി നോക്കി ഉറച്ച് ചെത്തിപ്പോവാ കേട്ടോ. കണ്ടോ നിറച്ച് ചെത്തിപ്പോവായി. അപ്പം നമുക്ക് അകത്ത് തന്നെ പോകാം. അകത്ത് പോയി വീഡിയോ എടുക്കാം, ബാലൻസ് വീഡിയോയും കൂടെ എടുക്കാം. കറണ്ട് ഇല്ലെങ്കിൽ വലിയ പാടാ, കറണ്ട് ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ എൻ്റെ കട്ടിൽ തന്നെ കുറേ സമയം കൊണ്ട് മാടി മാടി വിളിക്കുന്നുണ്ട്. ഈ കറണ്ട് സമ്മതിക്കുകയല്ലോ ദൈവം. കറണ്ട് പോയെന്നേ പിന്നെ ഇങ്ങനെ ഓരോന്ന് അന്നേരം ഞാൻ വീഡിയോ വന്നു കണ്ടേ. ഇനി ഞാൻ വീഡിയോ എടുത്ത് തീരോളം നീ ദൈവത്തെ ഓർത്ത് പോകാതെ എനിക്കൊന്ന് ഇച്ചിരി നേരം പോയി കിടക്കണം. എൻ്റെ കട്ടിലാണെങ്കിൽ കുറേ സമയം കൊണ്ട് വിളിക്കുക, ഇങ്ങോട്ട് വാ സിന്ധു ഇങ്ങോട്ട് വാ സിന്ധു എന്നും പറഞ്ഞിട്ടുണ്ട്. കുറേ ദിവസം കൊണ്ട് ഞാനും കട്ടിലും കൂടെ ഉള്ള ഗുസ്തിയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കട്ടിലിന് ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ടും മാറി നടക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല സത്യത്തിൽ. അപ്പം കട്ടിലെടുത്തിട്ട് പോകാനായിട്ട് എനിക്കൊരു വെമ്പൽ കൂടുന്നുണ്ട്. അവിടെയാണ് ആ റൂമിനകത്താണെങ്കിൽ തുണിയെല്ലാം വെയിൽ കൊള്ളിച്ച് പറക്കൊണ്ടിട്ടേക്കാണേ. ഇനി അതൊക്കെ ഒന്ന് മടക്കണമെങ്കിൽ ഒരു ശകല സമയം അവിടെ പോയി ഇരുന്നുകൊണ്ട് കട്ടിലിരുന്നുകൊണ്ട് മതി. അതായത് ഇച്ചിരി നേരം കിടന്നിട്ടാവട്ടെ എന്ന് വിചാരിച്ചേ. ഇപ്പം എൻ്റെ ഫോണിലോട്ട് എന്തോ ഒരു മെസ്സേജ് വന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ സമയം കാണിച്ചുതരാം ഞാൻ നിങ്ങളെ. ഒരു മെസ്സേജ് വന്നേ കണ്ടോ, സമയം 1:44. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിട്ട് കറണ്ട് ഇല്ലാതെ ഞാൻ മുറ്റത്ത് പോയില്ലേ, ആ സമയത്ത് വന്ന ഒരു മെസ്സേജാണേ. ഒരു ഈശോടെയാണ് കേട്ടോ. അന്നേരം എനിക്ക് തോന്നി എന്നാണേലും ഇതെനിക്കൊന്ന് കേൾക്കണമെന്ന് തോന്നി. അപ്പം ഞാനിപ്പോൾ കറണ്ട് പോയപ്പോൾ ഒന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കൂടെ കേൾപ്പിക്കണമെന്ന്. കേൾപ്പിച്ച് തരട്ടെ. ഇതൊക്കെയാണ് അത്ഭുതം, ഇതൊക്കെയാണ് സത്യം. അയ്യോ ശരിക്കും കേട്ടോ, ഞാൻ കേൾപ്പിച്ചു തരാവേ. എൻ്റെ കുഞ്ഞെ, നീ പലരോടും നിന്റെ വേദന മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിരിയുടെ പിന്നിൽ നീ ഒറ്റയ്ക്ക് കരയുന്നതും ഞാൻ കാണുന്നുണ്ട്. നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നീ നിശബ്ദമായി കരയുന്ന ഓരോ നിമിഷവും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. നീ ക്ഷീണിച്ചിരിക്കുന്നു, ജീവിതത്തോട് പോരാടി തളർന്നിരിക്കുന്നു. പക്ഷേ ഇനി ഭയപ്പെടേണ്ട, നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. ഞാൻ ഇനിയും നിന്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. ലോകം നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു, നിനക്ക് കഴിയും. കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നെ പിടിച്ചു നിൽക്കൂ. കാറ്റ് ശക്തമായാലും ഞാൻ നിന്നെ വീഴാൻ അനുവദിക്കില്ല. ഒരു ദിവസം ഇന്നത്തെ നിന്റെ കണ്ണീർ തന്നെ നിന്റെ ശക്തിയുടെ സാക്ഷ്യമാവും. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി ഇപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോൾ. കറക്റ്റ് 1:44 ഇത് പുറത്തുള്ള ആരോ ഒരാളിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ആരാന്ന് ഞാൻ കറക്റ്റ് സത്യം പറഞ്ഞാൽ അത് ഞാൻ കറക്റ്റ് ആരാന്ന് പോലും നോക്കിയില്ല കേട്ടോ. എനിക്ക് അയച്ചേക്കുന്ന ആരാന്ന് പോലും.
അപ്പം എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. ശരിക്കും നമുക്ക് മനസ്സിനകത്തൊക്കെ എന്തെങ്കിലും ഭാരങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിൽ കേൾക്കാനായിട്ട് നമ്മളും ദൈവവും മാത്രമേ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഭർത്താവിനോട് പറയാം, മക്കളോട് പറയാം, വീട്ടുകാരോട് പറയാം, സ്നേഹിതരോട് പറയാം. അതൊക്കെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കണേ നമ്മളും പിന്നെ ഏക ആശ്രയം എന്ന് പറയുന്നത് ദൈവവും ഉള്ളു അല്ലേ. ശരിക്കും അയ്യോ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടിരിക്കുകയല്ലേ, നമുക്ക് ആരാ ഉള്ള 3 പേര് കറക്റ്റ് നൽകി. പിന്നെ ആ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് തുണയായിട്ട് കാവലായിട്ട്. അത് നമ്മൾ എത്ര ഒളിച്ചിരുന്ന് കരഞ്ഞാലും എത്ര നേരെ വന്നിരുന്ന് കരഞ്ഞാലും കാണുന്ന ഒരു വ്യക്തി അല്ലേ. നമ്മൾ എത്രയെല്ലാം പതുങ്ങി എവിടെ പോയി ഇരുന്ന് കരഞ്ഞാലും സങ്കടപ്പെട്ടാലും സന്തോഷിച്ചാലും ഒക്കെ കാണുന്ന ഒരാളാരാ? ദൈവമാണ് അല്ലേ. എൻ്റെ ദൈവമേ ഒത്തിരി എനിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു മനസ്സിലോട്ട്. അപ്പം നമ്മൾ തളരാൻ ദൈവം സമ്മതിക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും വേദനയും വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ സങ്കടമൊക്കെ വരും അല്ലേ. ഈ 2 ദിവസം പനിയൊക്കെ പിടിച്ചപ്പോഴത്തേനും ശരിക്കും ഒരു വിഷമവും ടെൻഷനും ഒക്കെ ആയിപ്പോയി. ദൈവമേ ഒന്നിനും മരുന്ന് ചെയ്യുന്നു, പിന്നെ വേറെ മരുന്ന് ചെയ്യാൻ പറ്റിയല്ലോ, അങ്ങനെയൊക്കെ ഞാൻ പെട്ടെന്നേ. പക്ഷേ ഉണ്ടോ ഇങ്ങനെ ഓരോ രീതിയിൽ ദൈവം നമ്മുടെ അടുത്ത് എത്തിയിരിക്കും ഓരോ ആൾക്കാരിലൂടെ. ഇപ്പോൾ ഈ കറക്റ്റ് സമയത്ത് ആ പുള്ളിക്കാരത്തി എനിക്ക് ഈ മെസ്സേജ് ഇടേണ്ട ആവശ്യമേ ഇല്ലാത്തത് അല്ലേ. അത് ഈ ഉച്ച സമയത്ത് ഗുഡ് മോർണിംഗ് അയച്ചേക്കൊന്നും അല്ലാണ്ട് ഈശോയുടെ ആ വചനം കണ്ടപ്പോഴത്തേക്ക് ഈശോ സംസാരിക്കുന്ന ആ ഒരിത് കണ്ടപ്പോൾ ഇട്ട് തന്നതാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇട്ടതായിരിക്കും ചിലപ്പം. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്തു കേട്ടോ. ശരിക്കും സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരായിരുന്നു കേട്ടോ. അറിയാണ്ട് കണ്ണ് നിറഞ്ഞു പോയി. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്തു. അതാ ഞാൻ നിങ്ങളെ കൂടെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചേ. അയ്യോ ശരിക്കും. അപ്പോൾ ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒരു ഇതും ഇല്ലാണ്ട് നല്ല പിടിച്ച് നിൽക്കാൻ പറ്റും. എത്ര കാറ്റ് വന്നാലും എത്ര ഇത് വന്നാലും ദൈവത്തെ മുറുക്കം നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാൻ തളർന്ന് താഴെ വീഴുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വലിയ മരങ്ങളുണ്ട്, കുഞ്ഞു മരങ്ങളുണ്ട് അല്ലേ. പക്ഷേ ഇതിലൊക്കെ എന്തെങ്കിലും കിളികളും കാര്യങ്ങളും വരും. ആ കിളികളൊക്കെ അവിടെ വന്ന് സ്ഥിരമായിട്ടിരിക്കുന്നുണ്ടോ? ഇല്ല, വരുന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണും ഒരു മനുഷ്യൻ്റെ ജീവിതവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരും നടക്കും. അതിന് ഓരോ പ്രോസസ്സ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിലെ നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ അധ്യാപകരായിരിക്കും, പിന്നെ സ്കൂൾ ജീവിതത്തിൽ കൂട്ടുകാരായിരിക്കും, ഫ്രണ്ട്സായിരിക്കും. അത് കഴിയുമ്പോൾ കല്യാണമാവും, ഭർത്താവായിരിക്കും, ഭർത്താവിൻ്റെ വീട്ടുകാരായിരിക്കും, പിന്നെ മക്കളായിരിക്കും. അത് കഴിയുമ്പോഴോ വാർദ്ധക്യം എത്തുമ്പോഴത്തേക്കോ ആരും കാണത്തില്ല. അപ്പോഴൊക്കെ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. നമ്മൾ ജനിച്ചപ്പം മുതലേ നമ്മൾ തന്നെയാണ്. ഈ താൽക്കാലികമാണ്, ഒന്നും സ്ഥിരമല്ല അല്ലേ. എന്ന് പറഞ്ഞാൽ കിളിയൊക്കെ വന്ന് മരത്തേൽ വന്ന് ഇരിക്കുന്നു, കൂട് കൂട്ടുന്നു, അത് മുട്ടയിടുന്നു, കുഞ്ഞു വിരിയുന്നു, അതുങ്ങൾ പറന്നു പോകുന്നു എന്ന് പറഞ്ഞോണൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതം ആ തായ്വേരറ്റ് പോകുന്നോണം വരെ ആ മരം സ്ട്രോങ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ. ആ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നതാരാ? ഓടേ തമ്പുരാനാണ്, സർവശക്തനായ ദൈവമാണ് അല്ലേ. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ഒടിച്ചിടണമെങ്കിലും മറിച്ചിടണമെങ്കിലും ഒക്കെ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് നമ്മളെ ഒരു മനുഷ്യർക്കും ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ദൈവം മനസ്സ് വിചാരിക്കണം. എന്തായാലും ഞാനിന്ന് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുഞ്ഞ് കുക്ക് ചെയ്യുന്നതും ഒക്കെ കൂടെ ആയിട്ട് എന്തെങ്കിലും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇത് ശരിക്കും ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത ഒരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവരോടുകൂടെ ഇടിച്ചു പൊടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.